ഇപ്പോൾ റിലീസുകളുടെ കാലമാണല്ലോ. നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ രാവണപ്രഭു തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി വീണ്ടും കുതിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഇപ്പോഴിതാ റിലീസായി നമ്മുടെ മെഗാസ്റ്റാറിൻ്റെ ആ ക്ലാസിക് ചിത്രം, അതായത് അമരം, വീണ്ടും എത്തുന്നു. മലയാള സിനിമയുടെ ആകാശത്ത് സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന താരമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. വെറും ഒരു നടനല്ല അദ്ദേഹം, മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു അധ്യായം കൂടിയാണ് നമ്മുടെയെല്ലാം പ്രിയങ്കരനായ മമ്മൂട്ടി. ഇപ്പോഴിതാ ഭരതൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ അമരം 34 വർഷങ്ങൾക്ക് ശേഷം റിലീസിനായി വീണ്ടും ഒരുങ്ങുകയാണ്. 1991 പുറത്തിറങ്ങിയ ചിത്രം മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നാണ്. KPSC ലളിതയ്ക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് അമരം. മമ്മൂട്ടിയും ഭരത് മുരളിയും മത്സരിച്ചഭിനയിച്ച ചിത്രമായിരുന്നു അമരം. അതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്നവ തന്നെയാണ്. മമ്മൂട്ടിക്കൊപ്പം ആ ചിത്രങ്ങളിൽ അണിനിരുന്നവരായിരുന്നു മുരളി, അശോകൻ, മാധു, KPSC ലളിത തുടങ്ങിയ താരങ്ങളുടെ മികച്ച പ്രകടനവും നമ്മെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അമരത്തെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായി ഇന്നും നിലനിർത്തുന്നുമുണ്ട്. അനശ്വരനായ എഴുത്തുകാരൻ ലോഹിതദാസ് തിരക്കഥ എഴുതിയ ചിത്രമായിരുന്നു അമരം. ചിത്രത്തിനു വേണ്ടി ഛായാഗ്രഹണം നിർവഹിച്ചിരുന്നത് മധു അമ്പാട്ടായിരുന്നു. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മധു അമ്പാട്ട് റെട്രോസ്പെക്റ്റീവ് വിഭാഗത്തിൽ അമരം പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. രവീന്ദ്രൻ സംഗീതം നൽകിയ മാസ്മരിക ഗാനങ്ങളായിരുന്നു അമരം എന്ന ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അതിലെ ഓരോ ഗാനങ്ങളും ഇന്നും നമ്മുടെ മനസ്സിനെ കുളിർമ അണിയിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ജോൺസൺ ആയിരുന്നു. ചിത്രം 4K ഡോൾബി അറ്റ്മോസിലാണ് വേൾഡ് വൈഡ് റിലീസായി എത്തുന്നത്. സൈബർ സിസ്റ്റംസ് ഓസ്ട്രേലിയ എന്ന വിതരണ കമ്പനിയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. എന്തായാലും അമരമെന്ന മനോഹര ചിത്രം വീണ്ടും കാണുവാൻ തിയേറ്ററുകളിലേക്ക് ആളുകൾ ഇടിച്ചു കയറും എന്നുള്ളത് ഉറപ്പു തന്നെയാണ്.